ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. അപ്പോൾ രാവിലെ ഇന്ന് ഞാനൊരു 6:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. കാരണം വീട്ടിൽ പണിക്ക് ആൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് രാവിലെ എഴുന്നേറ്റ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ. ഇത് കണ്ടോ, നമ്മുടെ കിച്ചണിൽ മാംഗോ മാനിയ നടക്കുവാണേ. ഇത് ആപ്പിൾ മാങ്ങ, ഇത് അച്ഛൻ വാങ്ങിയതാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ മാവിലെ മാങ്ങയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം മാങ്ങകൾ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി മാവ് ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണർന്നപ്പോഴേ അതിങ്ങ് എടുത്ത് വെക്കും, തണുപ്പ് മാറാനായിട്ട്. എന്നിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശ, ഇന്നലെ ഇഡ്ഡലി ആണെങ്കിൽ ഇന്ന് ദോശയായിരിക്കും. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടൊന്ന് മാറ്റി വെച്ചു. ഇനി അടുത്തത് പാല് കാച്ചാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റാഗി ഉണ്ടാക്കുന്നത്. റാഗി കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഴിക്കാം. വളരെ നല്ല ഒരു ആഹാരമാണ് കേട്ടോ റാഗി. നമ്മുടെ ബോഡിക്കായാലും വയറിന് നല്ല തണുപ്പ് കിട്ടും എന്നൊക്കെ പറയാം. അത് മാത്രമല്ല, അതിലേറെ ഗുണങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് കേട്ടോ. ഇതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാനും മോനും കൂടെ കഴിക്കാറുണ്ട്. രാവിലെ ഞാൻ വെറും വയറ്റിൽ ഈ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡയറക്റ്റ് റാഗിയാണ് കഴിക്കാറ്. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ റാഗി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം വെള്ളത്തിലൊന്ന് നന്നായിട്ട് കലക്കും. അത് കഴിഞ്ഞ് നല്ല തിളപ്പിച്ചതിന് ശേഷം പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും, അത്ര തന്നെ. അപ്പോൾ ഇതിനിടയിൽ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ പിറകു വശത്ത് ഇപ്പോൾ കോഴിപ്പുരയിലെ പണിയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടെ ഞാൻ പിന്നെ ഹാളിൽ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുവാണ്. കാര്യം ഇപ്പോൾ ഋഷി ഉറങ്ങുവാണ്. ഇപ്പോൾ ഈ ടോയ്സൊക്കെ ഞാൻ അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെങ്കിലും ഇവിടെ ഒന്ന് വൃത്തിയായി കിടക്കും. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പലതും പലയിടത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞാനൊരു മുക്കാൽ മണിക്കൂറോളം ഇങ്ങനെ ഒന്ന് സെറ്റിയിലിരുന്ന് നമ്മുടെ റാഗിയൊക്കെ കഴിച്ച് ആരെങ്കിലുമൊക്കെ ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയാണ് തോന്നുന്നു വിളിക്കുന്നത്. ഫോണൊക്കെ വിളിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് മാറ്റുവാണ്. 10 മണിയാവും ജോലിക്കാർ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ സ്മാർട്ട് ബസാറിൽ പോയപ്പോഴേക്കും ബിരിയാണി അരി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ചെടുത്ത് വെക്കാമെന്ന് കരുതി. കുറച്ച് ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നിപ്പോൾ അച്ഛൻ രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ എനിക്കും മോനുമായിട്ട് കുറച്ച് മതി രാത്രി, പിന്നെ വേറെ ഉണ്ടാക്കാം. ജീരകശാല അരിയാണ്. അപ്പോൾ അത് കഴുകി ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കും. അപ്പോൾ ഒരു കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും. യൂട്യൂബിലൊക്കെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ജീരകശാല അരി വേവുന്ന ഒരു പാകം, ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ, അതുപോലെ കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ ബാക്കി സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി പറക്കിയൊക്കെ വെക്കുകയാണ്. ഇനി അടുത്ത അംഗത്തിലോട്ട് കിടക്കണം. അപ്പോൾ ഋഷി ഉണരും മുമ്പ്, ഋഷി എഴുന്നേൽക്കുമ്പോൾ 10 മണിയൊക്കെ ആവും. അപ്പോൾ അതിന് മുന്നേ കിച്ചണിലെ പണി തീർത്താൽ ബാക്കി അവൻ്റെ കൂടെ ഇരിക്കാൻ കുറേ നേരം നമുക്ക് നമ്മുടേതായ ഒരു ടൈം കണ്ടെത്താം. കുറേ സമയം അങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ചിക്കനൊക്കെ തണുപ്പ് മാറാനായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പുതിയ സംഭവം, എന്താണ് ഇതിൻ്റെ പേര്, പുതിയ വൈപ്പറാണേ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കറിക്കുള്ള സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ അരി പിന്നെ വേവ് നമ്മുടെ കൈ നിൽക്കത്തില്ല കേട്ടോ. ഒരുമാതിരി ചളുപുളി അവസ്ഥയിലോട്ടൊക്കെ മാറും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ കറക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബിരിയാണിക്കുള്ള നെയ്യും നമ്മുടെ സ്പൈസസും ഒക്കെ ഇട്ടിട്ട് ചോറങ്ങ് ആക്കുവാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ ചിക്കൻ കറിക്കുള്ളതും കുക്കറിലാക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ലഞ്ചും പപ്പടം തൈര് സഹിതം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഋഷി എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ. ഇനി ഞാനൊന്ന് പോയി കുളിച്ച് ഒന്ന് വൃത്തിയായിട്ട് വരാം, എന്നിട്ടേ അവൻ എഴുന്നേക്കത്തുള്ളൂ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഋഷി എഴുന്നേറ്റ് അമ്മേന്നൊരു വിളി കേട്ടു കേട്ടോ. അപ്പോൾ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെയും ബ്രഷ് ചെയ്ത് ഒരുക്കി ഒന്ന് പിറം കഴുകി ആളിനെയും കൊണ്ടുവന്ന് ഇനിയിപ്പോൾ റെഡിയാക്കി സെറ്റിയിലിരുത്തുക. അപ്പോഴേക്കും രാമ എത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ മോനാണ്. ഇനിയിപ്പോൾ അവരും കളിച്ചോളൂ. ഇനി അവരെ ഞാൻ നോക്കേ വേണ്ട. പക്ഷേ ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അവിടെ അടി നടക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ഇനിയാണ് അടി നടക്കാൻ പോകുന്നത്. ബാക്കിയകത്ത് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന്ന് അങ്ങോട്ട് ഇറക്കത്തില്ല, ചവയ്ക്കാൻ വലിയ പാടാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇതിനൊരു 2 മണിക്കൂർ എങ്ങനെയായാലും വേണം. അങ്ങനെ ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും വിറങ്ങ് വെക്കുമല്ലോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് തൂത്തുവാരിയാൽ മതി. അപ്പോഴേക്കും ജോലി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ കുളിയും കഴിഞ്ഞു. ഇനി ഋഷിക്ക് വയറ് വീഴ്ത്തു, അവൻ അവിടെ നിന്ന് കളിച്ചോളും. എൻ്റെയും വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റേതായ സമയം കണ്ടെത്തും. ഇനി ഇരുന്ന് TV കാണും, എഡിറ്റ് ചെയ്യും,
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറേ നേരം വെറുതെ ഇരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. ഇനി കുറേ സമയം വെറുതെ ഇരുന്ന ശേഷം ഉച്ചയ്ക്ക് ഇതേ ഞാൻ ഫുഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 പപ്പടമൊക്കെ കൂട്ടി അടിക്കാൻ പോകണം. എൻ്റെ ഫോണിൽ നിങ്ങൾ കണ്ടോ, അവർ സ്ക്രീൻ കവർ കടക്കാർ ഒട്ടിച്ചൊന്നും ഒട്ടും ശരിയായിട്ടില്ല, ചെറിയൊരു ബ്ലർ വിഷൻ ഉണ്ട്, അതിനി കൊണ്ടുപോയി നന്നാക്കണം. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ടാറ്റാ ബൈ.